ലോകകപ്പിലെ പ്രാഥമിക റൗണ്ട് പോരാട്ടങ്ങൾ അവസാനിച്ചപ്പോൾ മുതലുള്ള ചോദ്യമാണ്, എന്നാലും ഇതെന്ത് സൂപ്പർ 8 ഫിക്സ്ചറാണ് ICC? എല്ലാ ഗ്രൂപ്പ് ടോപ്പർമാരും ഒരേ ഗ്രൂപ്പിൽ വരുന്നത് എങ്ങനെയാണ് നീതിയാകുന്നത്? കഷ്ടപ്പെട്ട് ഓരോ ഗ്രൂപ്പിലും എല്ലാ മത്സരവുമൊക്കെ ജയിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയതൊക്കെ വെറുതെയാണ്. ഒന്നാം സ്ഥാനത്ത് എത്തുന്നവർക്ക് ടൂർണമെന്റിൽ ഒരു വിലയുമില്ലേ? അവർക്ക് പ്രത്യേക ആനുകൂല്യം ലഭിക്കുന്നതിന് പകരം കടുപ്പമേറിയ ഗ്രൂപ്പിലേക്ക് തള്ളപ്പെടുന്നത് ഒരു മാതിരി പണിയായിപ്പോയി എന്ന് വാദിക്കുന്നവരുണ്ട്. പണമുണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ പോലുള്ള സെമി ഫൈനൽ പോലുള്ള വമ്പൻ മത്സരങ്ങൾക്കായി ICC കളി മെനയുകയാണോ എന്ന് സംശയവും ചിലർ രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിക്കറ്റ് ലോകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് ഫെബ്രുവരി 21 മുതൽ തുടങ്ങുന്ന സൂപ്പർ 8 ഘട്ടത്തിലെ ഗ്രൂപ്പ് വിഭജനം. ഇത്തവണ എന്തുകൊണ്ടാണ് അത് വിവാദമായത് എന്ന് നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. പ്രീ സീഡിംഗ് എന്ന സംവിധാനമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതായത് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഈ ലോകകപ്പിൽ കാണികൾക്കും ബ്രോഡ്കാസ്റ്റർമാർക്കും സൗകര്യപ്രദമാകുന്ന രീതിയിൽ പ്രീ സീഡിംഗ് എന്ന സംവിധാനമാണ് ICC ഈ സൂപ്പർ 8-ൽ നടപ്പിലാക്കിയത്. എന്നാൽ ഇത് ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം നടത്തി എത്തിയ ടീമുകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് എന്ന് തന്നെ വേണം കരുതാൻ. ടിക്കറ്റ് വിൽപ്പന, യാത്രാ സൗകര്യം, ബ്രോഡ്കാസ്റ്റിംഗ് എന്നിവയിലെ എളുപ്പത്തിനായിട്ടാണ് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപേ ടീമുകൾക്ക് ICC പ്രത്യേക സ്ഥാനങ്ങൾ അഥവാ സീഡിംഗ്സ് നൽകിയത്. ഇത് പ്രകാരം ഇന്ത്യ X1 എന്ന സീഡിംഗിൽ വരുമ്പോൾ ഓസ്ട്രേലിയക്ക് പകരം സിംബാബ്വെ X2 എന്ന സീഡിംഗിലും വെസ്റ്റ് ഇൻഡീസ് X3 എന്ന സീഡിംഗിലും സൗത്ത് ആഫ്രിക്ക X4 എന്ന സീഡിംഗിലും സൂപ്പർ 8-ലെ ഒന്നാം ഗ്രൂപ്പിൽ വരും. ഈ 4 ടീമുകളും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാം സ്ഥാനക്കാരായി എത്തിയവരാണ് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതായത് ഒന്നാം സ്ഥാനക്കാരൊക്കെയും ഒരു ഗ്രൂപ്പും രണ്ടാം സ്ഥാനക്കാരൊക്കെയും രണ്ടാമത്തെ ഗ്രൂപ്പിലും എത്തുന്നു. രണ്ടാം സ്ഥാനത്തുള്ള 4 ടീമുകൾ ഇനിയുള്ള മത്സരങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളവർ ഈ അടുത്ത ഘട്ടത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. അതായത് പ്രാഥമിക ഘട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ഈ ടീമുകൾക്ക് യാതൊരു ഗുണവും നൽകുന്നില്ല എന്ന് തന്നെ സാരം. സൂപ്പർ 8-ൽ നിന്നുള്ള പരസ്പരമുള്ള കളികളിൽ 2 ടീമുകൾക്ക് മാത്രമാണല്ലോ ഇനി സെമിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ മുന്നേറിയ ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക എന്നിവരും അപ്രതീക്ഷിത കുതിപ്പ് നടത്തിയ സിംബാബ്വെയും ഒരേ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് 1-ലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഓസ്ട്രേലിയ എത്തുമെന്ന് കരുതിയ ഇടത്താണ് അപ്രതീക്ഷിത കുതിപ്പുമായി സിക്കന്ദർ റാസയുടെ സിംബാബ്വെ എത്തിയത്. അട്ടിമറി എന്ന ടാഗ്ലൈനിൽ നിന്നും ആധികാരിക ജയങ്ങളുടെ അധിപന്മാരിലേക്കുള്ള ഒരു ദൂരമാണ് ഈ T20 ലോകകപ്പിൽ സിംബാബ്വെ ടീം ഓടിയെത്തിയത്. കഴിഞ്ഞ ദിനം കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 6 വിക്കറ്റ് ആധികാരിക ജയത്തോടെ ഗ്രൂപ്പ് ബി ചാമ്പ്യന്മാരായിട്ടാണ് സിംബാബ്വെ ടീം ഈ സൂപ്പർ 8 റൗണ്ടിലേക്ക് കടന്നത്. മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ലങ്ക 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് നേടുകയുണ്ടായി. മറുപടി ബാറ്റിംഗിൽ ബ്രിയാങ് ബെനറ്റ് 48 പന്തിൽ 63 നോട്ട് ഔട്ട്, ക്യാപ്റ്റൻ സിക്കന്ദർ റാസ 26 പന്തിൽ 45. ഇവരുടെ കരുത്തിൽ തിരിച്ചടിച്ച സിംബാബ്വെ 3 പന്ത് ശേഷിക്കെ ലക്ഷ്യം കാണുകയായിരുന്നു. നേരത്തെ ഗ്രൂപ്പ് റൗണ്ടിൽ മൈറ്റി ഓസ്ട്രേലിയയെയും ഒമാനെയും തോൽപ്പിച്ച സിംബാബ്വെക്ക് അയർലൻഡിനെതിരായ മത്സരം മഴ മൂലം നഷ്ടപ്പെട്ടിരുന്നു. അതോടെയാണ് 7 പോയിന്റുമായി സിംബാബ്വെ ഈ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായത്. 6 പോയിന്റുള്ള ശ്രീലങ്കയാണ് ഈ ഗ്രൂപ്പ് ബിയിൽ നിന്നും സൂപ്പർ 8 ഉറപ്പാക്കിയ രണ്ടാമത്തെ ടീം. അപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ സിംബാബ്വെക്ക് നിശ്ചയമായും അടുത്ത ഘട്ടത്തിലേക്കെങ്കിലും കുറച്ചുകൂടി ആനുകൂല്യം ആവശ്യമാണ് നിസ്സാരം. എന്നാലോ അവർക്ക് നേരിടേണ്ടി വരിക ഈ സിസ്റ്റം പ്രകാരം മറ്റു ഗ്രൂപ്പുകളിലൊക്കെ ചാമ്പ്യന്മാരായ ഇന്ത്യയെ പോലുള്ള, സൗത്ത് ആഫ്രിക്കയെ പോലുള്ള അധികാരിയാണ്. ഇതാണ് ഏറ്റവും വലിയ വിരോധാഭാസമായി മാറിയിരിക്കുന്നത്. ഗ്രൂപ്പ് വിജയികൾ എല്ലാവരും ഒരേ ഗ്രൂപ്പിൽ വരുന്നത് ടൂർണമെന്റിന്റെ സുതാര്യതയെ ബാധിക്കുമെന്ന് പറയുന്ന ആരാധകരുമുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാമതെത്തുന്നതിന് ഒരു പ്രസക്തിയുമില്ലാത്ത സാഹചര്യമാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത്. മറുവശത്താവട്ടെ ഗ്രൂപ്പ് 2-ൽ റണ്ണറപ്പുകളായി എത്തിയ ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, ന്യൂസിലാൻഡ്, ശ്രീലങ്ക എന്നിവരാണുള്ളത്. അപ്പോൾ ലാഭമുണ്ടാക്കാനുള്ള ICCയുടെ തന്ത്രമാണിതെന്നൊക്കെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച കൊളംബോയിൽ നടക്കുന്ന പാകിസ്ഥാൻ ന്യൂസിലാൻഡ് പോരാട്ടത്തോടെയാണ് രണ്ടാം ഘട്ടം തുടങ്ങുക. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ മത്സരം സൂപ്പർ 8 മത്സരം ഫെബ്രുവരി 22-ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അഹമ്മദാബാദിലാണ്. സൂപ്പർ 8 ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1-ൽ ഇന്ത്യ, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക എന്നിവ ടീമുകൾ വരുമ്പോൾ ഗ്രൂപ്പ് 2-ൽ ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവയാണ് വരിക. അപ്പോൾ സെമിയിലോ ഫൈനലിലോ ഇന്ത്യ പാക് മത്സരം വരാനുള്ള ICCയുടെ തന്ത്രമാണ് ഇത് എന്ന് പറയുന്നവരുണ്ട്. ഏതായാലും ഈ സൂപ്പർ 8 സംവിധാനത്തിലെ മത്സരങ്ങൾ വഴി ലാഭമുണ്ടാക്കാൻ പോകുന്നത് ഗ്രൂപ്പ് 2-ലെ ടീമുകളാണ്. കഷ്ടിച്ച് സൂപ്പർ 8-ലേക്ക് എത്തിയെങ്കിലും ഒരു ഫ്രഷ് ടൂർണമെന്റിൽ എന്ന പോലെ അവർക്ക് മത്സരിക്കാനും സെമിയിലെത്താനുമുള്ള വഴികളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അപ്പോൾ ഇതിനകം തന്നെ സൂപ്പർ 8-ലെ ഈ ഫിക്സ്ചറിംഗ് വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്.